1.5 क्वार्टर दारू पिया। अच्छा। मेरा दारू उतार दिया ये बंदा। वो इस बंदे ने आपकी दारू उतार दी। हाँ, ये बंदा। जब ये फिल्म हमने रिलीज की दिसंबर 20 तारीख को, तो हमने कहा था कि ये केरला की सबसे वायलेंट फिल्म है। रिलीज के बाद मुझे कहा गया कि इंडिया की सबसे वायलेंट फिल्म है। सो नंबर वन फाइन फाइन ने मतलब इतने मूवी देखे हैं, लेकिन ये मूवी के जैसा ऐसा मूवी मुझे नहीं लगता है अभी आगे जाके भी देखने के लिए मिलेगा। आज तक ऐसा पिक्चर बनाया नहीं, इतना पिक्चर जहाँ कभी डरा नहीं भाई। तो लाइफ में पहला ऐसा पिक्चर देख के डर गया। എന്റെ പൊന്നെ, മാർക്കോയുടെ അന്യായ റിവ്യൂ തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, അതും ഹിന്ദിയിൽ. കേരളത്തിൽ വമ്പൻ ഹിറ്റായിരുന്നു ഈ ഉണ്ണിമുകുന്ദന്റെ ഈ സിനിമ. ഉണ്ണിമുകുന്ദന്റെ ഈ ഒരു സിനിമ എക്സ്ട്രീം ലെവലിലെ വയലൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞു ഒരു കൂട്ടർ ഭയങ്കര വിമർശനങ്ങളുമായിരുന്നു. എന്നാൽ കേരളത്തിലെ ജനങ്ങളല്ലേ അത് ഒരു കൂട്ടർ വിമർശിച്ചാലും മറുകൂട്ടർ, അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം, വമ്പൻ ടീം തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ ഇടുക്കി ജാഫറിനെ പോലുള്ളവരൊക്കെ ഈ ഒരു സിനിമയെ വിമർശിച്ചുകൊണ്ട് വന്നിരുന്നു. അവരുടെ സിനിമ പ്രൊമോഷൻ സമയത്തൊക്കെ അവർ ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ വിമർശിച്ച് തന്നെയാണ് വന്നത്. പക്ഷെ അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു സിനിമ ഹിന്ദിയിൽ അങ്ങ് തിളങ്ങി നിൽക്കുകയാണ്. ഈ ഒരു സിനിമ ഹിന്ദിയിലോട്ട് പോയപ്പോൾ തന്നെ ഫസ്റ്റ്, അതായത് ഡിസംബർ 20 എങ്ങാണ്ട് തോന്നുന്നത് റിലീസിന് വന്നത്. ആ ഒരു ടൈമിൽ കുറച്ച് ആളുകൾ, അതായത് കുറച്ച് തിയേറ്ററുകളിൽ മാത്രമായിരുന്നു ഇത് പ്രദർശനത്തിന് ഇറങ്ങിയിരുന്നത്. പക്ഷേ പിന്നെ ആയപ്പോ ഇതങ്ങ് ഹിന്ദിയിൽ അങ്ങ് കത്തിക്കയറി കേട്ടോ. എക്സ്ട്രീം ലെവലിലെ സിനിമ എന്ന് തന്നെയാണ് ഇപ്പൊ ഹിന്ദിക്കാരും പറയുന്നത്. എന്തായാലും ഇത് ഉടനെ തന്നെ തമിഴിലും പിന്നെ കന്നഡയിലും അങ്ങനെ ഇതങ്ങ് ഒരു പോക്ക് പോവുകയാണ് മാർക്കോ എന്ന സിനിമ. ഇതിന്റെ റിവ്യൂ എന്ന് പറയുന്നതാണ് അന്യായ റിവ്യൂ കേട്ടോ. ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിക്കാരെ ഇങ്ങനെ ഇത് ക്വാർട്ടർ അടിച്ചിട്ട് ഇതിന് കാണാൻ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരന്റെ റിലേ അങ്ങ് പോയെന്നാ പറയുന്നത്. എന്തായാലും ആ റിവ്യൂ ഒന്ന് കേട്ടു നോക്കാം. 1.5 क्वार्टर दारू पिया। अच्छा। मेरा दारू उतार दिया ये बंदा। वो इस बंदे ने आपकी दारू उतार दी। हाँ, അടിച്ചത് മൊത്തം പോയി എന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. देखे हैं, लेकिन ये मूवी के जैसा ऐसा मूवी मुझे नहीं लगता है अभी आगे जाके भी देखने के लिए मिलेगा। मार्को के सामने कुछ भी नहीं है। पुष्पा भाव आगे खुद बोलेंगे कि हाँ भाई मैं भी झुक गया तेरे सामने। अबे फर्स्ट मूवी वांटेड देखी थी, एंड ऐसी मूवी अपने 15 साल के करियर में मैंने तो नहीं देखी। बंदा है ना ये बंदा, आने वाले टाइम का ना बॉलीवुड का बाप है। കണ്ടോ, ഇവിടെ ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കേട്ടോ, ഏ ബന്ദ ആനെ വാല ബോളിവുഡ് ക ബാബ് ഹേ. ഇപ്പൊ അർത്ഥം മനസ്സിലായാലോ, നമ്മുടെ ബോളിവുഡിലെ കിങ് ആണെന്ന്, നമ്മുടെ ബോളിവുഡിലെ കിങ് ആണെന്നാണ് ഉണ്ണിമുകുന്ദൻ എന്നാണ് പറയുന്നത്. അത്രയ്ക്കും നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ആക്ടിങ് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ. എന്തായാലും നമ്മുടെ കേരളത്തിലുള്ളവർക്കായിരുന്നല്ലോ ഈ ഒരു സിനിമയിൽ ഭയങ്കര പുച്ഛമായിരുന്നത്. എന്തായാലും ഹിന്ദിക്കാരെ ഒന്ന് കണ്ടുപഠിക്കുക എന്റെ പൊന്നു മോനെ. എന്തൊക്കെയാണ് നമ്മുടെ ഉണ്ണിമുകുന്ദനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. കാരണം അത്രയേറെ ഭയങ്കര വമ്പൻ ഹിറ്റായി എന്നാണ് പറയുന്നത്. एक सीन जो देखा है ना, रोए खड़े करने वाला। इससे पहले कोई पिक्चर ना बनी, आज तक ऐसी मूवी नहीं बनी। भी एनिमल 2 को मतलब कंपटीशन लेडीज और बच्चे नहीं देख सकते। तेरा नहीं देख पाओगे भाई, इतना खतरनाक सीन कोई पिक्चर में नहीं है। इनका जो कोई भी पिक्चर नहीं भाई, कोई भी नहीं, कहानी कुछ भी। जो एक्शन दिखाया आज तक ऐसा पिक्चर बनाया नहीं, इतना पिक्चर जहाँ कभी डरा नहीं भाई। तो लाइफ में पहला ऐसा पिक्चर देख के डर गया। एक हॉरर फिल्म से भी खतरनाक फिल्म है ये। एक डर लगता है अलग नहीं है, ये वायलेंस एकदम अलग ही बताया, और ऐसा खूंखार वायलेंस बताया भाई, शायद मैं आज तक मैंने इंडस्ट्री कभी नहीं देखा इतना वायलेंस इसमें। एक्शन सीन के बारे में इंडियन सिनेमा में आई गेस बॉलीवुड शौक में एकदम क्या भाई, एक छोटे बजट की पिक्चर आती है और बेबी जॉन को फ्लॉप करवा ഇതുപോലെ ഒരു സിനിമ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ഈ പ്രേക്ഷകർ, അതായത് ഹിന്ദി പ്രേക്ഷകർ പറയുന്നത്. അത്രയ്ക്ക് കിടുക്കാച്ചിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഉണ്ണിമുകുന്ദൻ ഒരു ഹിന്ദിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ഒരു മലയാളി പയ്യനാണ് പോയി ഹിന്ദിയിൽ പോയിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഒന്ന് കേട്ടു നോക്കാം. ഓൾറെഡി നമ്മുടെ ഉണ്ണിമുകുന്ദൻ ഗുജറാത്തിലാണല്ലോ ജനിച്ചത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി മാലൂം ഹേ എന്ന് തന്നെ പറയല്ലേ. എന്തായാലും നമുക്ക് ആ പുള്ളിക്കാരന്റെ ആ ഒരു ഇന്റർവ്യൂ നോക്കാം, ഹിന്ദിയിലുള്ള ഇന്റർവ്യൂ. അപ്പൊ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വളരെയധികം ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ. मुझे कहा गया कि यहाँ पे फिल्म अच्छी लग रही है और लोगों को पसंद आ रही है, और मैंने भी यूट्यूब में काफ़ी कमेंट्स वगैरह देखे हैं। मैंने ये भी देखा कि काफ़ी यूट्यूबर्स है जो जेन्युइनली थिएटर पे जाके उन्होंने इसके फीडबैक निकाले। वो बोल रहे थे कि फिल्म अच्छी बनी, आप आइए देखिए, एंड आई एम सो ग्लैड एंड थैंक यू सो मच। क्योंकि जब ये फिल्म हमने रिलीज़ की दिसंबर 20 तारीख को, तो हमने कहा था कि ये केरला की सबसे वायलेंट फिल्म है।
रिलीज के बाद मुझे कहा गया कि इंडिया की सबसे बड़ी वायलेंट फिल्म मेरी फिल्म के डबिंग के लिए क्योंकि हम देखते कभी कभी ऐसा लगता है कि वो डबिंग के टाइम में एक टिपिकल डबिंग फिल्म का फील ना आए, सोचे में आया था। एंड सो फार जो मुझे फीडबैक मिला है, जो मेरे फ्रेंड्स है, जो मेरे फैमिली फ्रेंड्स वगैरह है, जो मेरे काफ़ी लोगों ने देखा, कभी उन्होंने ऐसा नहीं बोला कि एक साउथ इंडियन फिल्म डब होकर यहाँ पे आई है। सो वी हैव बीन एबल, केरला के बाहर कोई ऑडियंस इस फिल्म को देखती है तो यहाँ से एक अच्छा फीडबैक आया कि फिल्म अच्छी डब। Guys, wait for second half. It's gonna be kick-ass. सीट पकड़ के बैठना अपनी। അപ്പൊ ഉണ്ണിമുകുന്ദന്റെ ഈ ഒരു മാർക്കോ ഫിലിം ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയേറെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ ബോളിവുഡിലെ കിങ് എന്ന് വരെ നമ്മുടെ ഉണ്ണിമുകുന്ദനെ പറയുകയാണ് കേട്ടോ. അതിലെ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്താ പറയുന്ന ആ റിവ്യൂ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലേ. എന്തായാലും ജനുവരി 3 ഈ ഒരു സിനിമയുടെ തമിഴ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ തമിഴിലും കൂടെ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വമ്പൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ ഹിറ്റ് തന്നെയാകും. അതിനുശേഷം കന്നഡ, പിന്നെ എനിക്ക് തോന്നുന്നു മറ്റു ലാംഗ്വേജുകളിലൊക്കെ ഇത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത്രയും എക്സ്ട്രീം ലെവലിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ അങ്ങ് ഹിറ്റാവുകയാണ്. ആ ഒരു സിനിമ സംവിധാനം ചെയ്ത ആ ഡയറക്ടറിന് ബിഗ് സല്യൂട്ട് തന്നെ എന്ന് പറയല്ലേ.